السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട KNM വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഖാൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മസ്ജിദ് കേന്ദ്രമായുള്ള ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ വരുന്ന 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവും ദർശനവും എന്ന തലക്കെട്ടിലുള്ള ക്യാമ്പയിനിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ ബഹുമാനായ അഷ്റഫ് ഖാൻ നിർവഹിച്ചിട്ടുള്ളത്. പുതിയ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇസ്ലാമിക് സെന്റർ നിർവഹിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മ്ലേച്ഛമായി അവതരിപ്പിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിൽ, അന്തരീക്ഷത്തിൽ മുസ്ലിം ഉമ്മത്തിന് നിർവഹിക്കുവാനുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയും പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങളുടെ യാഥാർത്ഥ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഒരു വലിയ ദൗത്യത്തിന്റെ നിർവഹണമാണ് ഈ ചതുർമാസ ക്യാമ്പയിനിലൂടെ ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ നിർവഹിക്കുന്നത് എന്നതിനാൽ അതേറെ പ്രസക്തമാണ്. എല്ലാ ആശംസകളും അറിയിക്കുന്നു. പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ, ആസൂത്രണം ചെയ്ത രൂപത്തിൽ ഒമാനിലുള്ള മുഴുവൻ മലയാളികൾക്കും പ്രവാചക വ്യക്തിത്വത്തിന്റെ ഔജ്ജല്യം, പ്രവാചകന്റെ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഈ ഒരു ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നിമിത്തമാകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനവികത, നബിയാണ് മാതൃക എന്ന വിഷയമാണ്. ഒരുപാട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് മനുഷ്യന്റെ സവിശേഷത?
ഒരുപാട് ജീവിവർഗങ്ങൾക്ക് നടുവിലുള്ള ഒരു ജീവി മാത്രമാണോ മനുഷ്യൻ? നമ്മുടെ ശരീരം വിഘടിപ്പിച്ചാൽ കുറെ രാസപദാർത്ഥങ്ങൾ മാത്രമാണ് ലഭിക്കുക. കുറെ കാർബണും ഓക്സിജനും മഗ്നീഷ്യവും അങ്ങനെ പലതും. എന്നാൽ ആ രാസപദാർത്ഥങ്ങളല്ല മനുഷ്യൻ. ഇതേപോലെ തന്നെ സസ്യങ്ങളെയും ജന്തുക്കളെയുമെല്ലാം കുറിച്ച് നമ്മൾ പഠിക്കുക ജീവശാസ്ത്രം എന്ന തലക്കെട്ടിലാണ്, ബയോളജി എന്ന തലക്കെട്ടിലാണ്. ബയോളജിക്ക് കീഴിലാണ് ബോട്ടണിയും സുവോളജിയും എല്ലാം ഉള്ളത്, ജന്തുശാസ്ത്രവും സസ്യശാസ്ത്രവും. ജീവനുള്ള വസ്തുക്കളിൽ ഒരെണ്ണം മാത്രമാണ് മനുഷ്യൻ. നമുക്കറിയാം, ഒരുപാട് ജൈവ വസ്തുക്കളിൽ ദശലക്ഷക്കണക്കിനുള്ള ജീവിവർഗങ്ങളിൽ ഒരു വർഗം മാത്രമാണോ ജീവശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ? എന്നാൽ അങ്ങനെയാണോ മനുഷ്യൻ? ഭൂമിയിലുള്ള നമ്മളുടെ മനുഷ്യനെ പോലെ തന്നെയുള്ള എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളും നടത്തുന്ന ഉയർന്ന തലത്തിലുള്ള ജീവികളാണ് മാമൽസ് എന്ന് പറയുന്ന ജീവികൾ, സസ്തനികൾ എന്ന് പറയും മലയാളത്തിൽ. കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുല കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന ജീവികളെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഏകദേശം 6400ഓളം വരുന്ന സസ്തനി സ്പീഷീസുകളുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന ഒരുവിധമല്ല പ്രവർത്തനങ്ങളും, തിന്നലും കുടിക്കലും വിസർജിക്കലും ലൈംഗികമായി ബന്ധപ്പെടലും പ്രത്യുൽപാദനം നടത്തലും ഇങ്ങനെയെല്ലാം ഈ ജീവികളെല്ലാം നടത്തുന്നുണ്ട്. എന്നാൽ ആ ജീവികളെ പോലെയുള്ള ഒരു ജീവി മാത്രമാണോ മനുഷ്യൻ? നമ്മൾ പറയും അല്ല എന്ന്. മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന സവിശേഷതകൾക്കാണ് നമ്മൾ മാനവികത എന്ന് പറയുക. മനുഷ്യനുണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കുറെ സവിശേഷതകൾ. മാനവികതയുടെ അടിത്തറ എന്താണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ദാർശനികന്മാർക്കോ ഭൗതികവാദികൾക്കോ സ്വതന്ത്രമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ചിലർക്ക് മാനവികതയായി തോന്നുന്ന കാര്യങ്ങൾ മറ്റു ചിലർക്ക് മാനവികതയായി തോന്നില്ല എന്നതുകൊണ്ട്. എന്നാൽ മാനവികതയുടെ കൃത്യമായ അളവുകോലുകൾ പഠിപ്പിക്കാൻ എങ്ങനെയാകണം മനുഷ്യനെന്ന് പഠിപ്പിക്കാൻ മനുഷ്യന്റെ ഏതൊക്കെ സവിശേഷതകളാണ് അവനെ യഥാരൂപത്തിലുള്ള അവന്റെ ദൗത്യം നിർവഹിക്കുവാൻ പര്യാപ്തമാക്കുക എന്ന് പഠിപ്പിക്കാൻ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാരെ നിയോഗിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പടച്ചവൻ തന്നെയാണ്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത, അദ്ദേഹം മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ പോലെ ഏതെങ്കിലും പ്രത്യേക ദേശങ്ങളിലേക്കോ പ്രദേശങ്ങളിലേക്കോ നിയോഗിക്കപ്പെട്ടവരല്ല എന്നതാണ്. അദ്ദേഹം മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് പോലെ വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മനുഷ്യരിലേക്ക് മൊത്തത്തിലാണ് താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് മൊത്തത്തിൽ മാനവികത എന്താണെന്ന് പഠിപ്പിക്കാൻ
എങ്ങനെ മനുഷ്യരായി ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ ഇതായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. ഈ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുക മാത്രമല്ല, അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് മനുഷ്യർ എങ്ങനെയാകണമെന്ന വിഷയത്തിലുള്ള കൃത്യമായ ഒരു അളവുകോലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് എക്കാലഘട്ടത്തോടുമുള്ള മനുഷ്യർക്കുള്ളത് എന്ന് എക്കാലത്തിലുമുള്ള മനുഷ്യർക്കുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ അവനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ്, മനുഷ്യരെ എങ്ങനെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം ആരംഭിക്കുന്നത് തന്നെ. പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ ഖുർആനിൽ വലഖദ് കറംന ബനി ആദം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 70-ാമത്തെ വചനം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. വലഖദ് കറംന ബനി ആദം. മനുഷ്യരെ, ബനു ആദം എന്ന് പറഞ്ഞാൽ ആദം സന്തതികൾ, മനുഷ്യരെ എല്ലാവരെയും അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. പടച്ചവന്റെ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന്റെ പ്രഖ്യാപനമാണ്. മനുഷ്യരെ എല്ലാവരെയും നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യർക്കുള്ള ആദരവ്, മനുഷ്യർക്കുള്ള മാന്യത, മനുഷ്യർക്കുള്ള സവിശേഷത അത് ദൈവദത്തമാണ്, പടച്ചവൻ നൽകിയിട്ടുള്ളതാണ്. ആ ബഹുമാന്യത എങ്ങനെയാണ്, ആ സവിശേഷത എങ്ങനെയാണ് പൂർണ്ണതയിലെത്തിക്കുക എന്ന് പഠിപ്പിക്കാനാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായത്. ആ പ്രവാചകന്മാർ എല്ലാവരും പഠിപ്പിച്ച കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. മനുഷ്യർ എങ്ങനെ പൂർണ്ണ മനുഷ്യരായി ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്ക് ഇടയിൽ, മനുഷ്യർ എന്ന് പറയുമ്പോൾ ബുദ്ധിയും വിവേകവും സ്വതന്ത്രമായ കൈകാരകർത്തൃത്വവുമുള്ള ജീവി എന്നുള്ള നിലക്ക് അവൻ പ്രകൃതിയിൽ ഇടപെടുകയും പ്രകൃതിയെ ഉപയോഗിക്കുകയും ചെയ്യുന്നയാൾ എന്നുള്ള നിലയിൽ മനുഷ്യർക്ക് ഈ പ്രകൃതിയെ നന്മയിലേക്ക് കൊണ്ടുപോകുവാനും അതേപോലെ തന്നെ തിന്മയിൽ തകർക്കുവാനും കഴിയും. അങ്ങനെയുള്ള മനുഷ്യനെ ഈ പ്രകൃതിയിൽ നന്മ വിരിയിക്കുവാൻ എങ്ങനെ കഴിയണം, അതിനുള്ള നിയമങ്ങൾ എന്ത്, അതിനുള്ള നിർദ്ദേശങ്ങൾ എന്ത് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാർ ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ മൊത്തത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ നിന്നാണ് സത്യത്തിൽ മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന ഫലകങ്ങൾ ഉണ്ടായി വരുന്നത്. ഖുർആൻ 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 13-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. പടച്ചവൻ പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ്. നിങ്ങൾക്കിടയിൽ എന്നിട്ട് അവരിൽ നിന്നാണ് നിങ്ങളെ
ആ പുരുഷരിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങൾക്കിടയിൽ ഉള്ള വ്യത്യസ്തങ്ങളായ മാനകങ്ങളെല്ലാം, അഥവാ എല്ലാം ഗോത്രവും തറവാടും പ്രദേശങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് കേവലം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാനവികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായി ശത്രുവായി തീരാറുള്ളത്, മനുഷ്യരായി കാണുന്നതിന് ശാസ്ത്രവമായി തീരാറുള്ളത്, ശത്രുതയായി തീരാറുള്ളത് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിലുള്ള സങ്കുചിതത്വങ്ങളാണ്. ആ സങ്കുചിതത്വങ്ങൾ എക്കാലഘട്ടത്തിലും ഉണ്ടായി വന്നിട്ടുണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിലും, കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിലും, വ്യത്യസ്ത ജാതികളുടെ വ്യത്യാസമാണെങ്കിലും, വ്യത്യസ്ത വർഗങ്ങളുടെ വ്യത്യാസമാണെങ്കിലും, വ്യത്യസ്ത തറവാടുകളുടെ വ്യത്യാസമാണെങ്കിലും എല്ലാം മനുഷ്യരും തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ ചരിത്രത്തിലുടനീളം നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഉച്ചനീചത്വങ്ങളുടെ അടിവേരറുക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ അടിസ്ഥാനപരമായ ആശയം. അഥവാ മനുഷ്യർ എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ആ മനുഷ്യർക്കിടയിലുള്ള ഉച്ചനീചത്വങ്ങളുടെ മാനകങ്ങളായി കരുതിപ്പോന്നിട്ടുള്ള ചരിത്രത്തിൽ മുഴുവനും കരുതിപ്പോന്നിട്ടുള്ള എല്ലാം, അതെന്ത് തന്നെയാകട്ടെ, അത് തറവാടാണെങ്കിലും അത് ഗോത്രമാണെങ്കിലും അതെല്ലാം കേവലം മേൽവിലാസങ്ങൾ മാത്രമാണ് എന്നും, മറിച്ച് ആർക്കും ആരെക്കാളും ഔന്നത്യമുള്ളത് നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ച ആളുകൾക്ക് മാത്രമാണ് എന്നും, മനുഷ്യർക്കിടയിൽ അള്ളാഹുവിങ്കൽ ഉന്നതന്മാർ ഉത്തമന്മാർ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാണ് എന്നുമുള്ള ആശയം. ഈ ആശയം കേവലം പറയുകയല്ല, മാനവികതക്ക് മാതൃകയായി, ലോകത്തിന് മുഴുവനുമായുള്ള മാതൃകയായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ അന്നത്തെ സാമൂഹികാവസ്ഥയനുസരിച്ച് വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ അടിമയും ഉടമയും ഉണ്ടായിരുന്നു, അതിൽ വ്യത്യസ്ത ഗോത്രക്കാരുണ്ടായിരുന്നു, വ്യത്യസ്ത ദേശക്കാരുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ക്രമം നിർമ്മിച്ചു എന്നത് മാത്രമല്ല, ആ സാമൂഹ്യ ക്രമത്തിൽ കൃത്യമായി ചൂടുവെള്ളം കിട്ടും, എല്ലാവരും രക്ഷയില്ല, കഴിയൂല, എന്താണെന്നറിയില്ല, സംസാരിക്കാനില്ല. ചൂടുവെള്ളം ഉണ്ടോ? അല്ല, ഇവിടെ ചൂടുവെള്ളം കിട്ടാൻ എത്ര സമയം എടുക്കും? ഞാൻ ആശുപത്രി പോയിട്ട് ഒരുപാട് നേരമല്ലോ, പോകണില്ല, നീങ്ങണില്ല. അല്ല, നല്ല തണുപ്പാ, നല്ല തണുപ്പ്. ചൂടുവെള്ളം കിട്ടിയാൽ ഈ ഒരു പ്രശ്നങ്ങളുള്ളൂ. അതാണ് അപ്പൊ ഒരു പോരെന്ന് വെച്ചിട്ട് ആകണില്ല. ക്ഷമിക്കുക. പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവികതയുടെ ഒരു പൂർണ്ണ മാതൃക മക്കയിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാവുകയായിരുന്നു എന്ന്. മക്കയിൽ വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി വൃന്ദത്തിൽ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയുമെല്ലാം അടങ്ങുന്ന സമൂഹത്തിലെ ഉന്നത കുലജാതരായ എന്ന് അവർ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്.
അവിടെ ബിലാലിനെ പോലെയുള്ള, സുമയ്യയെ പോലെയുള്ള സമൂഹത്തിൽ കൊള്ളരുതാത്തവരെന്നും ഒന്നിനും കൊള്ളാത്തവരെന്നും അടിമപ്പണിക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ടവരെന്നും അവരുടെ തൊലി തന്നെ, മുടി തന്നെ വളരെ കൃത്യമായി അവരുടെ അധമത്വം വിളിച്ചോതുന്ന ആളുകളാണ് എന്നും നിശ്ചയിക്കപ്പെട്ടിരുന്ന ആളുകൾ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ആ സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത് അവർ തമ്മിൽ യാതൊരു ഉച്ചനീചത്വങ്ങളും ഇല്ലാത്തൊരു സാമൂഹ്യ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയത്തിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. മക്കയിൽ വെച്ച് 13 കൊല്ലക്കാലം പീഡനങ്ങൾ സഹിച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. മദീനയിൽ വെച്ച് നിരന്തരമായ യുദ്ധങ്ങളും പ്രയാസപ്പെടുത്തലുകളും എല്ലാം കടന്നുപോയിട്ടും ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്രം. അങ്ങനെയുള്ള ഇസ്ലാമിക സമൂഹമാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. അവർ മക്ക വിജയത്തിന്റെ സമയത്ത്, ആ മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ മക്കയിലേക്ക് തിരിച്ചു വന്ന മക്ക രാജ്യം തങ്ങളെ പീഡിപ്പിച്ച, തങ്ങളെ പുറത്താക്കിയ, തങ്ങളെ തകർത്ത് കളഞ്ഞ, തങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കൊള്ളയടിച്ച മക്കയിലുള്ള ആളുകൾ. ആ മക്കയിലുള്ള ആളുകൾക്കടുത്ത് വിജയിശുക്കളായി കടന്നു വരികയാണ് മുസ്ലിങ്ങൾ. ആ വിജയം പ്രഖ്യാപിക്കപ്പെടുകയാണ്. ആ പ്രഖ്യാപനത്തിന് വേണ്ടി കഅബാലയത്തിൽ, പരമ്പരാഗതമായുള്ള കഅബാലയത്തിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളുടെ നിർമൂലനം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തിയാണ് ബാങ്ക് വിളിക്കുവാൻ വേണ്ടി. ആ ബാങ്കുലികൾ മുടക്കുവാനുള്ള അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, മാനവികതയെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യർ തമ്മിൽ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല എന്നുള്ള ആശയം, അത് കേവലം ആശയത്തിന്റെ തലത്തിലല്ല, മറിച്ച് അത് കൃത്യമായി ഒരു ജീവിതത്തിന്റെ ആദർശമായി മാറ്റുന്നതിന് കഴിയണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർവഹിച്ചത്. അതിന് മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള മനുഷ്യർ എന്നുള്ള നിലക്ക് എല്ലാവരും ഒരേപോലെയാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും മാനവികതയെ കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോ വർഗീയതയെ കുറിച്ച് പറയുമ്പോഴെല്ലാം മതങ്ങൾ നമ്മുടെ പ്രതിക്കൂട്ടിലേക്ക് കടന്നു വരാറുണ്ട്. മതപരമായ വർഗീയത എന്ന് ആരംഭിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളിൽ അതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമൂഹത്തിൽ മതപരമായ വർഗീയതയുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ സാമൂഹ്യ ക്രമത്തിൽ അങ്ങനെയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്നു. പലായനം ചെയ്ത് മദീനത്തെ മാത്രമല്ല, മദീനയിൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടാകാൻ, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകാൻ. ആ രാഷ്ട്രം ഉണ്ടാകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അവിടെയുണ്ടായിരുന്ന സമൂഹങ്ങളോടെല്ലാം ഉണ്ടാക്കിയ കരാറുകൾ നമ്മൾ പരിശോധിക്കണം. ആ കരാറുകൾ ജൂതന്മാരാണെങ്കിലും പിന്നീട് നജറാന ക്രിസ്ത്യാനികളാണെങ്കിലും അവിടെയുണ്ടായിരുന്ന മുശ്രിക്കുകളാണെങ്കിലും അവരോടെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാഷ്ട്ര നേതാവ് എന്നുള്ള നിലക്കുണ്ടാക്കിയ കരാറുകൾ. ആ കരാറുകളിൽ എല്ലാ മതവിശ്വാസികൾക്കും സ്വാതന്ത്ര്യം നൽകുന്ന, എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള അവസരം നൽകുന്ന, ആ മതത്തിന്റെ പേരിൽ ആരും പീഡിപ്പിക്കപ്പെടാത്തൊരു സാമൂഹ്യക്രമം. അത്തരമൊരു സാമൂഹ്യക്രമത്തെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ രേഖ നമ്മൾ കാണുക
പ്രവാചകന്റെ മദീന പാക്ട് എന്ന് പലപ്പോഴും പിൽക്കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ വിളിച്ച മദീനയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ആ ഭരണക്രമത്തിലാണ്. ആ ഭരണക്രമം ലോകത്തിന് മുഴുവനും മാതൃകയായി തീരുകയായിരുന്നു ഉണ്ടായത്. ലോകത്തിന് മാതൃകയാകുക എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെല്ലാം മതപരമായ വർഗീയതയും ചിത്രതയും ചൂഷണങ്ങളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലുന്നുണ്ട്. ക്രിസ്താബ്ദം 711 അമവിയ ഭരണാധികാരിയുടെ സൈനികനായി താരിഖ് ഇബ്നു സുബൈർ എന്ന മഹാനായ സൈനികൻ യൂറോപ്പിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് നമുക്കറിയാവുന്ന ഇസ്ലാമിക് സ്പെയിൻ ഉണ്ടാകുന്നു. ഇന്നത്തെ സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്ന് ആണ് നമ്മൾ പറയാ ഐബീരിയൻ ഐലൻഡ് എന്ന്, ഐബീരിയൻ പെനിസുല എന്ന്. ആ ഐബീരിയൻ പെനിസുലയുടെ ഐബീരിയൻ ഉപദ്വീപിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 711 മുതൽ 1492 ഗ്രാനഡ എന്ന് പറയുന്ന ഈ ഇസ്ലാമിക് സ്പെയിനിന്റെ അല്ലെങ്കിൽ അന്തലൂസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രവും അന്നത്തെ ക്രൈസ്തവ ഭരണാധികാരികൾ പിടിച്ചടക്കുന്നതോടെ അവസാനിക്കുന്ന ഏകദേശം 8 നൂറ്റാണ്ടോളം നിലനിന്നിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലെ ചിത്രം നമ്മളെടുത്ത് പരിശോധിക്കുക, അതിനെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക. കോൺവെൻസിയ എന്നറിയപ്പെടുന്ന തരത്തിലുള്ള സ്പാനിഷ് ഭാഷയിലാണ്. സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞാൽ സൗഹൃദപരമായ സഹവർത്തിത്വം. പൂർണ്ണമായ അർത്ഥത്തിൽ അന്ന് അവിടെയുണ്ടായിരുന്ന ആ അന്തലൂസിലുണ്ടായിരുന്ന 75% വരുന്ന മുസ്ലിങ്ങളും 20% വരുന്ന ക്രിസ്ത്യാനികളും 5% വരുന്ന ജൂതന്മാരും, അതേപോലെ തന്നെ വേറെ വളരെ വളരെ തുച്ഛം വരുന്ന അവിടുത്തെ പ്രാദേശിക മതക്കാർ, ഇവരെങ്ങനെയാണ് ജീവിച്ചത് എന്ന്, ഏത് രൂപത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമമാണ് ലോകത്തിന് സംഭാവന ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെ നമ്മൾ കാണും, അവിടെ മുസ്ലിം ഭരണാധികാരികൾ, ആ മുസ്ലിം ഭരണാധികാരികൾക്കിടയിൽ സൗഹൃദത്തോടെ, സ്നേഹത്തോടെ, പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിച്ചിരുന്ന ഒരു സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പാക്ടിലൂടെ കാണിച്ചു കൊടുത്ത് അവിടെ അവസാനിച്ചതല്ല, ലോകത്തിന്, യൂറോപ്പിന് തന്നെയും മാതൃകയായ സമൂഹം. ആ സമൂഹത്തിന് എങ്ങനെയാണ് തകർന്നതിന് ശേഷം അവിടെ ഉണ്ടായ അവസ്ഥ എന്താണ്? ഇന്ന് ജൂതന്മാരെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അവിടെ പ്രധാനപ്പെട്ട ഒരു ജൂത സമൂഹം ഉണ്ടായിരുന്നു, സെഫ്രാഡിക് ജൂയിഷ് കമ്മ്യൂണിറ്റി. ഞാൻ പറയുന്നത് 5% ജൂതന്മാർ. ആ ജൂതന്മാരെയാണ് ആദ്യം ഇവര് കുരിശുപടയാളികൾ, അന്നത്തെ ക്രൈസ്തവ ഭരണാധികാരികൾ, യൂറോപ്പ്, ആ യൂറോപ്പ് ഈ സ്പെയിനിന്റെ ഭരണമേറ്റെടുത്തപ്പോ അവിടെ ആദ്യമായി ചെയ്തത് എന്താന്ന് വെച്ചാൽ അവിടുത്തെ ജൂതന്മാരെ നാടുകടത്താണ്. എഡിക്ട് ഓഫ് എക്സ്പൾഷൻ എന്ന ഒരു രേഖ തന്നെയുണ്ട്, പുറത്താക്കാനുള്ള രേഖ. ജൂതന്മാർക്ക് 2 ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അവർ നാട് വിട്ടുപോവുക, അതല്ലെങ്കിൽ അവർക്ക് ക്രിസ്ത്യാനികളാവുക. നാട് വിട്ടുപോകാൻ തയ്യാറില്ലാത്ത ജൂതന്മാർ ക്രിസ്ത്യാനികളായി അഭിനയിച്ചു. പക്ഷെ ഉള്ളിൽ ജൂത മതത്തിന്റെ ആചാരങ്ങൾ ഉള്ളിൽ അവർ വെച്ചു നടന്നു. അങ്ങനെ വെച്ചു നടന്ന അവരെ പരിശോധിച്ച് അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി ഇൻക്വിസിഷൻ കോടതികൾ ഉണ്ടാകുന്നത്, സ്പാനിഷ് ഇൻക്വിസിഷൻ കോടതികൾ. ആ സ്പാനിഷ് ഇൻക്വിസിഷൻ കോടതികളുടെ പിൽക്കാലഘട്ടത്തിലാണ്, ആ ഇൻക്വിസിഷൻ കോടതികളാണ് പിൽക്കാലത്ത് ബ്രൂണോയെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരെ വിചാരണ ചെയ്ത് ഭൂമിയല്ല സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് പറഞ്ഞതിന് ജീവൻ അവിടെ കത്തിച്ചു കളഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ എത്രത്തോളം സൗഹൃദത്തോടെ കൂടി ജീവിച്ചിരുന്ന ആളുകൾ, ആ ആളുകൾ
ആണ് പിന്നീട് ഇവര് യൂറോപ്പ് യഥാർത്ഥത്തിലുള്ള ഭരണം തുടങ്ങുന്നതോടുകൂടി അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല പിന്നീട് 20% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ മുസ്ലിങ്ങളുമായി അന്നത്തെ യൂറോപ്പിന്റെ പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ രീതി അതാണ്. ആദ്യം മുസ്ലിങ്ങളുമായി, അത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ കടന്നു വരുന്നത്. കൂടുതൽ ആൾനാശമില്ലാതിരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും മുസ്ലിം രാജാക്കന്മാർ, അന്ന് പല കാരണങ്ങളുണ്ട് അതിന്, ഞാൻ ചരിത്രം പറയല്ല, പ്രവാചകന്റെ സ്വാധീനത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അവര് മുസ്ലിങ്ങളെ ആദ്യം ജൂതന്മാർക്കെതിരെ തിരിഞ്ഞു, പിന്നീട് മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിങ്ങളെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുകയും പിന്നീട് നാട് കടത്തുകയും മതപരിവർത്തനം ചെയ്യിക്കുകയും ചെയ്യാണ് ചെയ്തത്. അവർക്കെല്ലാം പേരിട്ടു, പലതരം പേരുകൾ. ഞാൻ അതിലേക്ക് കൂടുതൽ പോവല്ല. മറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത് മാനവികത എന്ന് പറയുമ്പോൾ മനുഷ്യർ എന്നുള്ള നിലക്ക് എല്ലാവരെയും മനുഷ്യരായി കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിഭാഗക്കാരെയും മനുഷ്യരായി കൊണ്ടു. രണ്ടാമതായി വ്യത്യസ്ത മതക്കാരെ, ആ വ്യത്യസ്ത മതക്കാർ എന്നുള്ള നിലക്ക് തന്നെ കണ്ടുകൊണ്ട്, എന്നാൽ ആ മതക്കാരെ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആ മതക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആ മതക്കാരുമായുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ അവരുടെ വ്യക്തിത്വവും അസ്തിത്വവും അംഗീകരിച്ചുകൊണ്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആന്റെ രീതി. പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇസ്ലാമിന്റെ സവിശേഷതയെ കുറിച്ച് പറയുമ്പോഴെല്ലാം പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അന്നത്തെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പുണ്യപുരുഷന്മാരായിരുന്നു എന്ന് കൂടിയാണ്. ഉല്ലാമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വമാ ഊതിയ മൂസ വഈസ വന്നബിയ്യൂന മിൻ റബ്ബിഹിം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അന്ന് അവിടെയുണ്ടായിരുന്ന മത ന്യൂനപക്ഷങ്ങളെന്ന് നമ്മൾ ഇന്ന് പറയുന്ന രൂപത്തിൽ വിളിക്കപ്പെടുന്ന എല്ലാവരുടെയും അവരുടെ പുണ്യപുരുഷന്മാരെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു, അവരെ മുഴുവനും ഞങ്ങൾ ആദരിക്കുന്നു, അവരെ മുഴുവനും ഞങ്ങൾ പിൻപറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. അവിടെ ആരുടെയും വൈകാരികമായ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടർന്ന ക്രൈസ്തവരും മൂസാ നബിയെ പിന്തുടർന്ന ജൂതന്മാരും അവരെ മതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പരിശുദ്ധ ഖുർആൻ വിളിക്കാൻ തന്നെ പറയുന്നത് എങ്ങനെയാണ്? ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. നിങ്ങളുടെ മതം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരിക എന്ന കേവല വർത്തമാനമല്ല. പ്രവാചകരെ പറയണം, വേദക്കാരെ നമ്മൾ രണ്ടു കൂട്ടരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു തത്വത്തിലേക്ക് നമുക്ക് വന്നൂടെ? നമുക്ക് ഐക്യപ്പെട്ടുകൂടെ? നമുക്ക് യോജിച്ചുകൂടെ? ഇത് പ്രവാചകൻ സ്വീകരിച്ച മതപ്രബോധനത്തിന്റെ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആ മാനവികതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ മാനവികത അവിടെയും ഒരു രൂപത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, യൂറോപ്പെല്ലാം കുരിശു യോദ്ധാക്കളെല്ലാം ചെയ്തത് എന്താണ് എന്ന് ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ, എന്നാൽ ഇസ്ലാമിനെ കുറിച്ചാണ് നിർബന്ധ മതപരിവർത്തനം എന്ന ആരോപണം പലപ്പോഴും കടന്നു വരുന്നത്. ഞാൻ സൂചിപ്പിക്കട്ടെ, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇസ്ലാമിക സമൂഹം ഒരു നിർബന്ധ മതപരിവർത്തനം എന്ന് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, ഒരു സാമൂഹികമായ രീതിയിൽ അത്തരം ഒരു കാര്യം ചെയ്തതായി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ആരോപണങ്ങൾ ഇങ്ങോട്ടാണ്. പക്ഷേ പ്രവാചകൻ മുതൽക്ക് പഠിപ്പിച്ചത് എങ്ങനെയാണ്? മാനവികത എന്ന് പറയുന്നത് അവരെല്ലാവരും അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോ, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് എന്താണ്? ആ സമൂഹത്തിലുള്ള സാലിഹ് നബി വിമർശിച്ച ലൂത്ത് നബിയും അതേപോലെ തന്നെ ഹൂദ് നബിയും എല്ലാം വിമർശിച്ച ആളുകൾ, അവിടെയുള്ള കാഫിറുകൾ, അന്നത്തെ ആ പ്രവാചകന്മാരുടെ ശത്രുക്കൾ, ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ലൂത്ത് അവരുടെ സഹോദരനായ ലൂത്ത്, ഹൂദ് അവരുടെ സഹോദരനായ ഹൂദ്.
സാലിഹ് അവരുടെ സഹോദരനായ സാലിഹ്. അവിടെ ആദർശപരമായ അനൈക്യമുണ്ടാകുമ്പോൾ പോലും വൈയക്തികമായുള്ള സാഹോദര്യത്തിന് കോട്ടം തെറ്റാത്ത രൂപത്തിലുള്ള വർത്തമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, ഭരണക്രമത്തിൽ മുതൽക്ക് ഓരോ കാര്യങ്ങളിലും ഇക്കാര്യം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ നീതി സങ്കല്പം എടുത്തു വെക്കുക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പാക്കിയ കാര്യം എടുത്തു വെക്കുക. ആ നീതി നടപ്പാക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയുടെ വൃത്തത്തിൽ ഒരു മുസ്ലിമിനെ മുസ്ലിമായി എന്നതിന്റെ പേരിൽ അയാൾ കൂടുതൽ പരിഗണിക്കപ്പെടുകയും അമുസ്ലിമിനെ അയാൾ അമുസ്ലിമായി എന്നതിന്റെ പേരിൽ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എവിടെയും നമ്മൾ കാണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രംഗത്തും, നീതിയുടെ രംഗത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഓരോ രംഗത്തും നമ്മളെടുത്ത് പരിശോധിക്കുക, ഒരു അനീതിയുടെ ലാഞ്ചന പോലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവാണ്. ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ആ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഒരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെ, തന്റെ പിതൃവ്യ പുത്രനെ തന്റെ ബെഡിൽ, തന്റെ കിടക്കയിൽ കിടത്തിക്കൊണ്ടാണ്. അതിനെ കിടത്തിയതിന് പിന്നിൽ മുശ്രിക്കുകളെ അവർക്ക് മുന്നിൽ ഒരു തന്ത്രം പ്രയോഗിക്കുക എന്നത് മാത്രമായിരുന്നില്ല പ്രവാചകന്റെ ലക്ഷ്യം. മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു വലിയ ദൗത്യം കൂടി ഏൽപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അതെന്താ ദൗത്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമീനായതുകൊണ്ട്, ഒരു സത്യസന്ധനായതുകൊണ്ട്, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് പ്രവാചകന്റെ കയ്യിൽ വിശ്വസിച്ച് സൂക്ഷിച്ചേൽപ്പിക്കപ്പെട്ട കുറെ സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് പ്രവാചകൻ നാടുവിടുകയാണ്. നാടുവിടുന്നത് വെറുതെ നാടുവിടല്ല, പണണ്ടാക്കാൻ നാടുവിടല്ല, ജോലി തേടി നാടുവിടല്ല, നാട്ടിൽ പണിയില്ലാഞ്ഞിട്ട് പോവല്ല, അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ സമ്പത്തും സ്വഹാബിമാരുടെ സമ്പത്തുക്കളും എല്ലാം പിടിച്ചു വെച്ച് അവിടെ നിന്ന് ആട്ടിയോടിക്കുന്ന സന്ദർഭത്തിൽ പോലും തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആളുകളുടെ സമ്പത്ത് മുഴുവനും അത് ഓരോരുത്തർക്കും എത്ര വീതം കൊടുക്കണമെന്ന് കൃത്യമായി അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ പോകുന്നത്. പിറ്റേന്ന് മുതൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പണിയതായിരുന്നു റസൂലുള്ളാഹിനെ വിശ്വസിച്ചേൽപ്പിച്ച സമ്പത്ത് തിരിച്ചേൽപ്പിക്കാനുള്ളത്. ഇത് ഇവിടെ നിന്ന് പിന്നെ മദീനയിലെത്തി ജൂതന്മാരെ കുറിച്ച് പറയുമ്പോ എപ്പോഴും ഇസ്ലാമിനെ ശത്രുതയോട് കൊടുക്കേണ്ട ആളുകളാണ്. ഇന്നും അങ്ങനെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ ആ ജൂതന്മാർ മദീനയിലെ ഒരു സജീവ സമൂഹം എന്നുള്ള നിലക്ക് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും വലിയ അനീതി ചെയ്തതായി ചരിത്രകാരന്മാർക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയുടെ തുലാസ് അതിൽ ജൂതൻ എന്ന നിലക്കോ അല്ലെങ്കിൽ മുസ്ലിം എന്ന നിലക്കോ ആ തുലാസ് ഒരിക്കലും തൂക്കം കൂടുകയോ തൂക്കം കുറയുകയോ ചെയ്തിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രംഗത്തും നമുക്ക് കാണാൻ കഴിയും. ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ്. ആ യുദ്ധം കഴിഞ്ഞു വരുമ്പോ ഒരു പടയങ്കി, ഒരാളുടെ ഒരു പടയങ്കി ഒരു മുനാഫിഖായ, അഥവാ മുനാഫിഖ് എന്ന് പറയുമ്പോ മുസ്ലിമായി പുറത്ത് അഭിനയിക്കുകയും അകത്ത് ഇസ്ലാം എത്തിയിട്ടില്ലാത്ത ഒരാൾ, അയാൾ മോഷ്ടിച്ചുകൊണ്ടുപോകും. അയാൾ പിടിക്കപ്പെടും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അത് ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു മോഷണ വസ്തു. അങ്ങനെ ആ ജൂതനെതിരെ അവർ ഗൂഢാലോചന നടത്തുന്നു. ഗൂഢാലോചന നടത്തിയിട്ട് തൊണ്ടി സാധനം ജൂതന്റെ വീട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്നു. എന്നാൽ ഇയാള് എടുത്തതായി സംശയിക്കപ്പെടുന്ന മറ്റു തെളിവുകൾ ഉണ്ട് താനും. ഇത് പ്രശ്നമാകുന്നു. തൊണ്ടി സാധനം, കട്ടുകൊണ്ടുപോയ സാധനം ജൂതന്റെ വീട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരി എന്നുള്ള നിലക്ക് ജൂതനെതിരെ വിധി പുറപ്പെടുവിക്കുവാൻ ഒരുങ്ങുന്നു. പ്രവാചകൻ അറിയില്ല ഇതിന്റെ പിന്നിൽ എന്താണ്. ആ സമയത്ത് ആ ഏഴാനാകാശത്തിൽ നിന്ന് പടച്ചവന്റെ നേർക്ക് നേരെയുള്ള ഇടപെടലുണ്ടാകാൻ സൂറത്ത് നിസായിലെ 105 മുതൽ 112 വരെയുള്ള വചനങ്ങൾ ഈ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വചനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കർക്കശമായ സ്വരത്തിൽ പറയുകയാണ്, ജൂതന്റെ അടുത്താണ് നീതി, അതുകൊണ്ട് മുസ്ലിമായി അറിയപ്പെടുന്ന മനുഷ്യൻ ചെയ്തതാണ് തെറ്റ് എന്ന് പരിശുദ്ധ ഖുർആൻ പടച്ചവൻ തിരുത്തുന്ന പ്രവാചകന്. ഞാൻ സൂചിപ്പിക്കുന്നത് തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെ വിഷയത്തിൽ മാനവികതയുടെ മറ്റൊരു മാനകമായ മറ്റൊരു സ്റ്റാൻഡേർഡായ നീതിയുടെ കാര്യത്തിൽ അവിടെ മനുഷ്യർക്കിടയിൽ വ്യത്യാസമൊന്നുമില്ല. കാരുണ്യത്തിന്റെ കാര്യത്തിൽ മനുഷ്യർക്കിടയിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓരോ രംഗത്തും എന്താണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. എല്ലാ രംഗത്തും, അത് വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും വൈയക്തികമായ കാര്യങ്ങളിൽ ഒരു മനുഷ്യനിൽ എന്തൊക്കെ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകണം. പ്രവാചകന്റെ ജീവിതത്തെ നോക്കിയാൽ മതി. പ്രവാചകന്റെ സത്യസന്ധത, പ്രവാചകന്റെ കാരുണ്യം, പ്രവാചകന്റെ നീതിനിഷ്ഠ, ഓരോ സംഭവങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം സംസാരിക്കാനുള്ള വകയുണ്ടാകും. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും, കുടുംബജീവിതം, പ്രവാചകനെ കല്ലെറിയുന്ന ആളുകൾ പലപ്പോഴും കുടുംബജീവിതത്തിന്റെ പേരിൽ പ്രവാചകൻ കല്ലെറിയാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിന്റെ മാധുര്യം അനുഭവിച്ച അദ്ദേഹത്തിന്റെ ഇണകൾ, ആ ഇണകളുടെ സാക്ഷ്യമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം എത്രത്തോളം മാനവികമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, ആ ഇണകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച് ആ പ്രവാചകന്റെ വിയോഗം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾക്ക് ശേഷം 10, 20, 30 കൊല്ലങ്ങൾക്ക് ശേഷം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകൾ അദ്ദേഹവും ഒത്തുള്ള ജീവിതത്തെക്കുറിച്ച് അന്ന് ജീവിച്ച 10, 30 കൊല്ലങ്ങൾക്ക് ശേഷം ജീവിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ പറഞ്ഞു കൊടുത്തത് ഇന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ആ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ആ പറഞ്ഞു കൊടുത്ത വാക്കുകൾ നമ്മൾ വായിക്കുമ്പോ അതിനിടയിലൂടെ അവരുടെ സ്നേഹത്തിന്റെ മധുരം നമുക്കിങ്ങനെ ഒലിച്ചു പോകുന്നത് കാണാൻ കഴിയും. അത്രക്കും അവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകനോടൊപ്പമുള്ള ജീവിതത്തിന്റെ ആസ്വാദന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച ഭൃത്യന്മാരെ എടുക്കുക, പ്രവാചകനുമായി കച്ചവടം നടത്തിയ ആളുകളെ എടുക്കുക, പ്രവാചകനുമായി കൊള്ളക്കൊടുക്കലുകൾ നടത്തിയ ആളുകളെ എടുക്കുക, അവരുടെ എല്ലാം സാക്ഷ്യമെടുത്ത് പരിശോധിക്കുക. മാനവികതയുടെ ഔച്ചല്യം നമുക്ക് അവിടെയെല്ലാം കാണാൻ കഴിയും. ജ്വലത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മൊത്തത്തിൽ മനുഷ്യൻ എങ്ങനെയാകണം എന്നതിനുള്ള കൃത്യമായ അളവുകോലാണ്. ആണ് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറൻ എന്ന് പറയുമ്പോ മനുഷ്യരിലേക്ക് മൊത്തത്തിൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവനും അതേപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നവനുമായി ആണ് നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോ ആ മനുഷ്യർക്കാകമാനം ഈ മാനവികതയുടെ ദർശനം അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറയുമ്പോ ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുമ്പോ, പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കുമ്പോ ആ പ്രവാചക ജീവിതത്തിന്റെ കാരുണ്യത്തിന്റെ നിദർശനം നമുക്ക് ഓരോ സ്ഥലത്തും കാണാൻ കഴിയും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ഉസ്വത്തുൻ ഹസന എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയുമ്പോ ഏറ്റവും ഉന്നതമായ ഉത്തമമായ മാതൃക പ്രവാചകരിൽ കാണാൻ കഴിയുമെന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എല്ലാ രംഗവും എടുത്താൽ ആ ഉന്നതമായ മാതൃക കാണാൻ കഴിയും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ആകൃഷ്ടരായിട്ടാണ്, ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഉജ്ജ്വലതയിൽ ആകൃഷ്ടരായിട്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടമായി കടന്നു വന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ വ്യക്തിത്വം, അതോടൊപ്പം ഇസ്ലാമിന്റെ ആശയങ്ങളുടെ ഔച്ചല്യം, ഇതെല്ലാമാണ് ആളുകളെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത്. ഇന്നും പ്രവാചക ജീവിതത്തെ കൃത്യമായി വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറാക്കുന്നവർ അവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു ക്യാമ്പയിനിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മാനവികതയെ നമ്മൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം
അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് അവതരിപ്പിക്കുവാനുള്ളത്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശരിക്കും പറയാൻ പറ്റില്ല. സോറി, ശരിക്കും പറയാൻ പറ്റില്ല. ഇനി വേണോ സമയം 10:40 ഇനി വേണോ? 10:40 നാളെ വരാൻ കുറെ ആൾക്കാരുണ്ട്. നമുക്ക് ആ ഒരു സെഷനിലേക്ക് നടക്കേണ്ടതുണ്ട്. എല്ലാവരും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട്. അതങ്ങൾ സംഘാടകർ നമുക്ക് അടി കിട്ടണം. 9:00 നമ്മൾ തുടങ്ങി. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഭക്ഷണം നമ്മളൊന്ന് കൊടുക്കണുണ്ട്. അതുണ്ട് അല്ലേ? ചുടുവെള്ളമല്ല എല്ലായിടത്തും ഉണ്ടാവും. ഒരു സംഘാടകർ ശരിയാ ചെവി എടുക്കണം എന്നറിയാം. എല്ലാവരും ശ്രദ്ധിക്കാത്തതാണ്. അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ അതെല്ലാം നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്, അതിനെ അവരെ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള അവസ്ഥകൾ നമുക്ക് ബോധ്യമാകാറുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് പറയണോന്ന് നോക്കിയാ ഇപ്പൊ ലൈവ് വിഷയമാണത് അല്ലേ? ആഘോഷങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഉണ്ടാവും. ഈ ആഘോഷങ്ങളിൽ മതപരമായ കാര്യങ്ങൾ ഉണ്ടാകും, ഇല്ലാത്തതുണ്ടാകും. തീർച്ചയായും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് യാതൊന്നും, അഥവാ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന തലത്തിലുള്ള യാതൊന്നും അതുമായിട്ട് നമുക്ക് അതിലേക്ക് കടക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിലും വ്യത്യസ്ത മതവിശ്വാസികളുടെ ആഘോഷങ്ങളോടനുബന്ധിച്ച് എത്രത്തോളം അതുമായി സഹകരിക്കാൻ കഴിയും, ഇത് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതില് എന്താന്ന് വെച്ചാൽ അതില് മൊത്തത്തിൽ ആഘോഷങ്ങൾക്കകത്ത് തീർച്ചയായും ബഹുദൈവ ആരാധനാപരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ഒരു തലത്തിലും സഹകരിക്കാൻ അത് മുസ്ലിങ്ങൾക്കെന്നല്ല, തീർച്ചയായും ആ മതവിശ്വാസികളല്ലാത്ത ആർക്കും പറ്റൂല. അതേസമയം അതിലെ മറ്റു കാര്യങ്ങൾ, ഒരു സ്കൂളിലാണെങ്കിൽ ആ സ്കൂളിൽ അങ്ങനെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്, ആഘോഷത്തിൽ മതപരമല്ലാത്ത വിഷയങ്ങളുണ്ട്, അതിലെത്രത്തോളം പറ്റൂല. ഈ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാരില്ല, പണ്ഡിതനായ ശൈഖ് ഇബ്നു തൈമിയ്യയെ പോലെയുള്ള ആളുകൾ അവര് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും മറ്റുമെല്ലാം അത് അവർ തരികയാണെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം ആഘോഷങ്ങളുടെ ഭാഗം എന്നുള്ള നിലക്ക് നമ്മൾ ഈ ബഹുദൈവ ആരാധനാപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന്. അതേസമയം അതും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആഘോഷങ്ങളിലെ ബഹുദൈവ ആരാധനാപരമായ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ
ആഘോഷങ്ങൾക്ക് അതോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പോ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു പ്രശ്നം, ഒരാൾക്ക് ആഘോഷം പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ, അതാണ് ശരി എന്നാണ് തോന്നുന്നതെങ്കിൽ, ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും സൂക്ഷ്മമായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് മാർഗമുള്ളൂ. അപ്പോ ഇതില് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ഇങ്ങനെ ഓർക്ക വിളിച്ചു പറയുകയും അത് പങ്കെടുക്കാൻ പാടുണ്ടെന്നോ പാടില്ല എന്നോ ഉള്ള വിഷയങ്ങൾ അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് വളരെ അപകടകരമായ സംഗതിയാണ്. ഇത്തരം അവസരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രവാസനായി തുടങ്ങിയ ക്ഷണത്തിലൊരു സാമാജിക സ്ഥാപനമായി കൂടുതലും വിവരവും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടു. സൈനികരുടെ ഉത്സാഹം നിലനിർത്താനായി അദ്ദേഹം അവരുടെ രക്തസാക്ഷികളുടെ സ്വന്തമാകുമല്ല ഭൂമിയിൽ ഓടിക്കപ്പെടുന്നവരുടെ ധനത്തെയും വസ്ത്രത്തെയും നൽകി. ഇസ്ലാമിക നിശ്ചിത വിമർശനങ്ങൾക്കോ ആരോപണങ്ങൾക്കോ വിധേയമാക്കിയ എഴുത്തുകാരനും നോവലിസ്റ്റുമായ ആനന്ദിന്റെ വിഘാതകരമായ ഇസ്ലാം വിമർശനമാണിത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എഴുതിയതാണ് അങ്ങോട്ട് തരാൻ മതി, ചോദ്യം ക്ലിയർ അല്ല. നിങ്ങൾ എഴുതി വായിച്ചാണെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് കൊടുത്താക്കി, നിങ്ങൾക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ തീരെ വോയിസ് ക്ലിയർ അല്ല. എഴുതിയാണ് ആനന്ദ് പറഞ്ഞു എന്ന് മനസ്സിലായി, വേറെ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ എഴുതിയതാണെങ്കിൽ തരുന്ന പറഞ്ഞത്. എഴുതിയാണെങ്കിൽ എഴുതിയ കോട്ടാണല്ലോ വായിച്ചത്, കോട്ടാണെങ്കിൽ തന്നാൽ സൗകര്യം, ഒന്ന് വായിക്കാലോ. പോയി ഓലതൊന്നും നോക്കണ്ട, മോശം. ഒരു പ്രവാചകനായി തുടങ്ങിയ മുഹമ്മദ് ക്ഷണത്തിൽ ഒരു സാമ്രാജ്യ സ്ഥാപകനായി. ക്രൂരതയും പീഡനവും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടു. സൈനികരുടെ ഉത്സാഹം നിലനിർത്താനായി അദ്ദേഹം അവർക്ക് രക്തസാക്ഷ്യത്തിന്റെ സ്വർഗം മാത്രമല്ല ഭൂമിയിൽ തോൽപ്പിക്കപ്പെടുന്നവരുടെ ധനത്തെയും വസ്ത്രത്തെയും നൽകി. ഇത് ആനന്ദിന്റെ ഒരു കോട്ടാണ്. ആനന്ദിന്റെ മുഖ്യത വളരെ ദൗർഭാഗ്യകരമായ ഒരു വർത്തമാനമാണ്. ഇത് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ, ആനന്ദ് പൊതുവെ ഒരു മതനിരപേക്ഷ എഴുത്തുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്, അങ്ങനെ തന്നെയാണ് താൻ. പക്ഷെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ, പ്രത്യേകിച്ച് യൂറോപ്യൻ എഴുത്തുകാരുടെ രചനകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇസ്ലാമിനെ അപഗ്രഥിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് ആനന്ദിന് പറ്റിയ അബദ്ധങ്ങളിൽ ഒന്നാണ് ഇത്, ഇസ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മുഴുവനും. കാരണം എന്താന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമ്രാജ്യ സ്ഥാപകനായി എന്ന് പറഞ്ഞു. തീർച്ചയായും സാമ്രാജ്യ സ്ഥാപകനായി. ആ സാമ്രാജ്യം ആരോട് എങ്ങനെ ക്രൂരത കാണിച്ചു എന്നാ പറയുന്നത്? ഏത് രൂപത്തിൽ ഉള്ള പ്രവാചകൻ സാമ്രാജ്യ സ്ഥാപകനായത്? ഒരാൾ സാമ്രാജ്യത്തെ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? സുഖലോലുപതക്കാകണം, അല്ലെ? സാമ്രാജ്യ സ്ഥാപിക്കുന്ന സുഖലോലുപതക്കാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്രാജ്യ സ്ഥാപനം നമ്മൾ നോക്കുക. പ്രവാചകൻ ഒരു വലിയ രാഷ്ട്ര സമുച്ചയത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന മെത്തയെ ഈറ്റപ്പന ഓലയാണ്.
പ്രവാചകൻ സാമ്രാജ്യ സ്ഥാപകനായിരിക്കുന്ന സമയത്ത് നടക്കുന്ന അതായത് കീറിപ്പൊളിഞ്ഞ ചെരുപ്പാണ്, വസ്ത്രവുമെല്ലാം കഥയുവ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സാമ്രാജ്യ സ്ഥാപനത്തിന് ശേഷം ഈ വിഷയത്തില് മുഹമ്മദിൻ മക്ക, മുഹമ്മദിൻ മദീന എന്ന് പറഞ്ഞ രണ്ട് പുസ്തകങ്ങൾ തന്നെ മാർഗോലിയോത്തി എന്ന് പറയുന്ന ഈ ഓറിയന്റലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇക്കാര്യം വളരെ കൃത്യമായി അപഗ്രഥിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വാദത്തെ അഥവാ സാമ്രാജ്യ സ്ഥാപനത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനുഷികമായ ഗുണങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന വാദം, അത് എന്ത് അടിത്തറയിലാണ് പറയുന്നത്? തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാമ്രാജ്യ സ്ഥാപകനാകുമ്പോൾ, ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിലിരിക്കുമ്പോ അവരുടെ നീതി നടപ്പാക്കുക എന്ന വളരെ കൃത്യമായ ഒരു ദൗത്യം അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ട്. ആ നീതിയുടെ കാര്യത്തിൽ തീർച്ചയായും അവിടെ ഒരു വിട്ടുവീഴ്ചക്കും പ്രവാചകന് തയ്യാറാകാൻ കഴിയില്ല. അവിടെ മാതൃകാ പുരുഷനാകുന്നത് അവിടെയാണ്. നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും പ്രവാചകന് തയ്യാറാകാൻ കഴിയില്ല. അത് ആർക്കെതിരാണെങ്കിലും എങ്ങനെയാണെങ്കിലും വളരെ കൃത്യമായി. ഇപ്പോ ഇവിടെ ഖൈബറിൽ മുസ്ലിങ്ങൾ ചെന്ന സമയത്ത് ഒരു മുസ്ലിം കൊല്ലപ്പെട്ടു. മുസ്ലിം കൊല്ലപ്പെട്ട സമയത്ത് ആരാണിത് ചെയ്തത്? തീർച്ചയായും അവിടെയുള്ള ദൂതന്മാരാകണം. പക്ഷേ കൃത്യമായി തെളിവില്ലാത്തത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതന്മാരോട് തങ്ങളല്ല ചെയ്തത് എന്ന് പറയാൻ വേണ്ടി കൽപ്പിച്ചു, അല്ലെങ്കിൽ സത്യം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ സത്യം ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെയുള്ള നടപടികൾ എടുക്കാതിരിക്കുക ചെയ്തത്. അവർക്കെതിരെ നടപടി എടുക്കല്ല ചെയ്തത്. തീർച്ചയായും അവര് സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാം. ഇതേപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മതവിശ്വാസികളോട് നീതിയുടെ വിഷയത്തിൽ ഓരോ സംഗതികളും ചെയ്തപ്പോ ബിർമഊന സംഭവം വളരെ പ്രസിദ്ധമാണ്. എന്താ ബിർമഊന സംഭവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ഗോത്ര വിഭാഗം, ബനു അസ്ലം ഗോത്രം, ആ ഗോത്രം വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, ഞങ്ങൾ ഗോത്രത്തിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നല്ല ആളുകളെ പറഞ്ഞയച്ചേരണം. അങ്ങനെ 70 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നു പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി. ഖുർആൻ നന്നായി അറിയില്ല. ആ ആളുകളെ ഇവർ കൊന്നുകളയുന്നു. ആ ഗോത്രക്കാര്. ആ ക്ഷണിച്ചാളും മരിച്ചത് കൊണ്ടാണ് നല്ല ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്, അതിലേക്കല്ല ഞാൻ പോണത്. ആ കൊന്നുകളഞ്ഞിട്ട് അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 1 മാസത്തിലധികം സമയം ആ ഗോത്രങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഖുനൂത്ത് ഓതി എന്ന് പറയുന്നത്, അവർക്ക് ശാപപ്രാർത്ഥന നടത്തി എന്ന് പറയുന്ന ഈ സംഭവത്തിലാണ്. ആ സമയത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ 70 പേരിൽ ഒരാൾ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടയാൾ തിരിച്ചു വരുന്ന സമയത്ത്, രക്ഷപ്പെട്ട് തിരിച്ചോടുന്ന സമയത്ത് ഈ ബനു അസ്ലം ഗോത്രത്തിൽപ്പെട്ട 2 പേരെ കണ്ടു. ആ അസ്ലം ഗോത്രത്തിൽപ്പെട്ട 2 പേർ അത് പ്രവാചകരുമായി കരാറുണ്ടാക്കിയ 2 ആളുകളാണ്. ഇതറിയാതെ അദ്ദേഹം അവരെ കൊന്നുകളഞ്ഞു. എന്തിനാ? ഇവരെ മുഴുവനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് 69 പേരെയും കൊന്നതിനുള്ള പ്രതികാരമായി കൊന്നുകളഞ്ഞു. അത് അറിയാതെയാണ് ചെയ്തത്. കാരണം അസ്ലം ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് എന്ന കാരണത്താൽ മാത്രമാണ് കൊന്നുകളഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കാര്യത്തി പ്രവാചകൻ ചെയ്തത് എന്താണ്? തീർച്ചയായും അത് അംഗീകരിക്കുകയാണോ? അല്ലല്ലോ, അവർ മുസ്ലിങ്ങളല്ല. പക്ഷെ എന്നിട്ട് പോലും അവരല്ല ഇവർക്കെതിരെ ചെയ്തത് എന്നതുകൊണ്ട്, അവര് ഒന്നതിന് ന്യായമില്ല എന്നതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം ഈ 2 പേര് കൊല്ലപ്പെട്ട 2 പേർക്കുമുള്ള പ്രായശ്ചിത്തം പണം കൊടുക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പാടുപെട്ട് പണിയെടുത്തിട്ടാണ് ആ പണം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് സിറാ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. കാരണം എന്താണ്? അവിടെ നീതി നടപ്പാക്കാൻ വേണ്ടി, നീതി നിലനിർത്താൻ വേണ്ടി. കാരണം അവിടെ പ്രവാചകന് വേണമെങ്കിൽ രാഷ്ട്രനാഥാവെന്നുള്ള നിലക്ക് നിങ്ങളുടെ ഗോത്രക്കാർ ചെയ്തതിനുള്ള പ്രതികാരമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാമായിരുന്നു.
അവിടെയാണ് നീതി. ഓരോ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പാക്കിയിട്ടുണ്ട്. ആ നീതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും അനീതിയുടെ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. മദീനയിൽ നിന്ന് ബനൂ നളീർ ഗോത്രക്കാരെ പുറത്താക്കിയിട്ടുണ്ട് പ്രവാചകൻ. എന്താ കാരണം? രാജ്യത്ത് ജീവിക്കെ ആ രാഷ്ട്രത്തെ തകർക്കുവാനുള്ള ഗൂഢാലോചനകൾ ഏർപ്പെട്ടപ്പോ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബനൂ ഖുറൈള ഗോത്രക്കാരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? എല്ലാ അവസരങ്ങളും കൊടുത്തിട്ടും അവസാനവും ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലും ഏറ്റവും പ്രശ്ന കലുഷിതമായ ഘട്ടത്തിലും ഒരു യുദ്ധത്തിന്റെ വളരെ സന്നിഗ്ധമായ ഘട്ടത്തിലും ഇസ്ലാമിക സമൂഹത്തെ ചതിച്ച് മദീനയെ തകർക്കാൻ ഉള്ള ഗൂഢാലോചന നടത്തുകയും ശത്രുക്കൾക്ക് ആ രൂപത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ആളുകളെ കൊല്ലാൻ പ്രവാചകൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഒരു രാഷ്ട്ര സംവിധാനം എന്നുള്ള നിലക്ക് രാഷ്ട്ര നേതാവിന് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ രാഷ്ട്രത്തിന്റെ നായകൻ എന്ന് പറയുന്നത് അർത്ഥമില്ല. ആ രാഷ്ട്രത്തിന്റെ നായകനാകണമെങ്കിൽ എന്ത് വേണം? ആ രാഷ്ട്രത്തിലുള്ള ആളുകൾക്ക് നീതി ഉറപ്പാക്കാൻ പറ്റണം. അനീതി ചെയ്യുന്നവർക്കെതിരെ കർക്കശമായ നടപടികൾ ഉണ്ടാകണം. ആ കർക്കശമായ നടപടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതും വൈയക്തികമായ കാര്യത്തിൽ പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തത്. ഈ ഖൈബറിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി മാംസത്തിൽ വിഷം പുരട്ടി കൊടുത്തു. ആ വിഷം പുരട്ടി കൊടുത്ത് പ്രവാചകൻ രക്ഷപ്പെട്ടു. വഹി മൂലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്നും സംഭവിച്ചില്ല. എന്നാൽ റസൂലുള്ളാഹി എന്താ ചെയ്തത്? അവർക്കെതിരെ എന്തെങ്കിലും പ്രതികാര നടപടിയെടുത്തില്ല. എന്നാൽ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹാബി മരണപ്പെട്ടു ഇത് കഴിച്ചിട്ട്. ആ മരണപ്പെട്ടതിന് അദ്ദേഹം പ്രതികാര നടപടിയെടുത്തു. എന്തുകൊണ്ടെന്നാൽ മരണത്തിന് അവിടെ അത് ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പ്രതികാര നടപടിയാണ് അതിനുള്ള നീതി. അദ്ദേഹം പ്രവാചകൻ കൊല്ലപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവർക്ക് അദ്ദേഹം പുറത്തു കൊടുത്ത എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. എന്താ കാരണം? അവർ പറഞ്ഞു, ഞാൻ ഈ വിഷം കലർത്തിയത് എന്തിനാണ്? നീ പ്രവാചകനാണെന്ന് പരിശോധിക്കാനാണ്. നീ പ്രവാചകനാണെങ്കിൽ അറിഞ്ഞിട്ട് നീ രക്ഷപ്പെടുമല്ലോ, അല്ലെങ്കിൽ നീ മരിച്ചു പോയിക്കോട്ടെ എന്ന് ഞാൻ കരുതിയത്. അപ്പോ അങ്ങനെ ഒരു ഇന്റൻഷനാണ് ഉള്ളത് എന്ന പേരിൽ പ്രവാചകനെതിരെയാണ് എന്നുള്ളത് റസൂലുള്ളാഹിക്ക് പുറത്തു കൊടുക്കാം. പ്രവാചകനെതിരെയുള്ളത് റസൂൽ പുറത്തു കൊടുത്തു. അതേസമയം മറ്റൊരാളെ കൊന്നപ്പോ അത് ബോധപൂർവമായി തന്നെ ഉള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭരണ കാലഘട്ടത്തിലുള്ള ഓരോന്നും കാണാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ അഥവാ ആനന്ദ് അവതരിപ്പിച്ച രൂപത്തിൽ അവതരിപ്പിക്കുന്ന ആളുകൾ സത്യത്തിൽ സത്യം മനസ്സിലാക്കാത്ത ആളുകളാണ്. അല്ലെങ്കിൽ യൂറോപ്യൻ എഴുത്തുകാരുടെ ഓറിയന്റലിസ്റ്റുകളുടെ രചനകൾ മാത്രം വായിച്ചിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്, പ്രവാചകന്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഈ ഫോണ് തിരിച്ചു കൊടുത്തു. എന്താ ഇനി മുടങ്ങണ്ട? 11 ഞങ്ങവരെ ആൾക്കാർ കുറെ പ്രതീക്ഷ വന്നതാണ്. കുറച്ച് ഇങ്ങോട്ട് കേൾക്കണ്ട, എന്തായാലും ഇങ്ങോട്ട് കേൾക്കണ്ട, ഒന്നും മനസ്സിലാണല്ലോ. രക്ഷപ്പെട്ടു. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എല്ലാവരും കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കായിരുന്നു റസൂലിന്റെ പണി. ഇല്ലാത്തവരൊക്കെ കൊണ്ട് യുദ്ധം ചെയ്യലായിരുന്നു. എന്നിട്ടോ റസൂല പണി എടുത്തോ? അത് എടുത്തൂല്ല. റസൂൽ ചെയ്തോ?
റസൂലിന് മദീന എന്ന് പറഞ്ഞ ഒരു രാജ്യം പടച്ചോ കൊടുത്തു. എന്നിട്ടോ അവിടെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ട് ലാലാലെന്ന് പറഞ്ഞിട്ട് വട്ടം പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കിട്ടി, പ്രവാചകന് രാജ്യം കിട്ടിയിട്ട് അവിടെയുള്ള ആളുകളുമായി ലാലാലെന്ന് ചെല്ലണം എന്നല്ല കരാറുണ്ടാക്കിയത്. നിങ്ങളെ മതം അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കണം, രാഷ്ട്രത്തിൽ കുഴപ്പമുണ്ടാക്കരുത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഒരാളെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ആ യുദ്ധത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ മാത്രമാണ് യുദ്ധം. അയാളുടെ ഹൃദയം തുറന്നു നോക്കാനല്ല യുദ്ധ സൈനികന്മാർ ചെയ്യേണ്ടത്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഒരാള് യുദ്ധത്തിന്റെ നടുവില് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി അല്ലെ? യുദ്ധത്തിന്റെ നടുവില് വെട്ടാൻ നിൽക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നിട്ട് അപ്പോ അയാൾ എന്നിട്ടും അയാൾ കപടനാണ്, അയാൾ വെറുതെ പറയാണെന്ന് എന്റെ വെട്ടി. റസൂലുള്ളാഹിന്റെ അടുത്ത് കാര്യത്തി റസൂലുള്ളാഹി പറഞ്ഞു, നീ എന്റെ ഹൃദയം നോക്കിയിരുന്നോ? നീ എന്റെ ഹൃദയം ചെത്തി നോക്കിയിരുന്നോ എന്ന് ചോദിച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം ചെത്തി നോക്കിയിരുന്നോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? ഇത് തന്നെ, ഒരാളുടെ നാവും പുറമെയും നനച്ചാക്കിയിട്ട് മാത്രമേ ആള് നമുക്ക് മനുഷ്യർക്ക് അളക്കാൻ കഴിയൂ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇവിടെയും അതാണ്. എന്താണ്? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് വരെ മാത്രമാണ് യുദ്ധം. അല്ലാതെ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് വരെ യുദ്ധം എന്നല്ല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അവനാ ചെല്ലിയത് ശരിക്കാണോ അല്ലേ, അല്ലെങ്കിൽ അവൻ ചെല്ലിയത് മനസ്സോട് കൂടിയാണോ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സന്ദർഭമായതുകൊണ്ടാണോ, രക്ഷപ്പെടാനാണോ, ഇതൊന്നും എന്റെ പണിയല്ല. അവിടെ യുദ്ധം നടക്കുന്നത് ഒരു ആദർശത്തിന്റെ പേരിലായതുകൊണ്ട് തന്നെ ആ ആദർശം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുകയും നിങ്ങളുടെ ആദർശം സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഏത് സന്നിഗ്ധ ഘട്ടത്തിലാണെങ്കിലും അയാളുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചു എന്നാണ്. പിന്നെ മതം പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ അത് ഞാൻ പറഞ്ഞു. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചടക്കിയ സ്ഥലങ്ങളുണ്ടല്ലോ, ഇത് സ്വഹാബിമാർ പിടിച്ചടക്കിയ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എല്ലാം മതം പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടിയായോ ഈ പറഞ്ഞ അർത്ഥത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പടയോട്ടം നടന്ന സ്ഥലങ്ങളുണ്ട്, എത്രയോ സ്ഥലങ്ങൾ. പ്രവാചകന്റെ തൊട്ടു ശേഷം നടന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ യൂറോപ്പിനെ പോലുള്ള സ്ഥലങ്ങൾ, ഈജിപ്തിനെ പോലുള്ള സ്ഥലങ്ങൾ. ഇപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആണ് ഫലസ്തീനിലേക്ക്, ഇന്നത്തെ ഫലസ്തീനിലേക്കുള്ള പടയോട്ടം നടക്കുന്നത്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെ അവിടുത്തെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള കാര്യം, ആ കാര്യം നടക്കുന്ന, അത് പ്രഖ്യാപിക്കുന്ന സ്ഥലം സംരക്ഷിക്കുന്നത് മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക സമൂഹമാണ്. ഹോളി സെപ്പൽക്കർ ചർച്ച് എന്ന ചർച്ചാണ് അവിടുത്തെ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം. ഹോളി സെപ്പൽക്കർ എന്താണ്? ഹോളി സെപ്പൽക്കർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ക്രൂശീകരിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന സ്ഥലമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ വിശ്വസിക്കുന്ന സ്ഥലമാണ്. ഇത് രണ്ടും ഖുർആന്റെ ഭാഷയിൽ തെറ്റാനില്ലാത്തതാണ്, പക്ഷെ അത് അവർ വിശ്വസിക്കുന്ന സ്ഥലമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈലിയ നിവാസികളുമായി ഉണ്ടാക്കിയ കരാറ് മുതൽ ഇടക്കാലഘട്ടത്തിൽ കുരിശി യോദ്ധാക്കൾ കടന്നു ചെന്നിട്ട് ആകെ നശിപ്പിച്ച ഒരു മതസൗഹാർദ്ദമില്ലാത്ത മതപരമായി വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം തകർക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ ഏകദേശം ഒരു നൂറ്റാണ്ടിലധികം ബാക്കി ഇന്ന് വരെ ഇപ്പോഴും ഹോളി സെപ്പൽക്കർ ചർച്ചിന്റെ താക്കോൽ സൂക്ഷിപ്പുകാര് നുസൈബ എന്ന അവിടുത്തെ ഒരു കുടുംബക്കാരാണ്, മുസ്ലിം കുടുംബ. അങ്ങനെ പരമ്പരാഗതമായി തുടർന്നു പോലെയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആക്കണം, അതുകൊണ്ട് എല്ലായിടത്തും എല്ലാവരും മുസ്ലിങ്ങളാക്കണം എന്ന് പറഞ്ഞിട്ട് രാജ്യം കയ്യിൽ കിട്ടിയിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടോ പിന്നെ അപ്പൊ എന്താ പിന്നെ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? ആ അർത്ഥം റസൂലുള്ളാഹിക്ക് തിരിഞ്ഞില്ല, അബൂബക്കറിന് തിരിഞ്ഞില്ല, ഉമറിന് തിരിഞ്ഞില്ല, ഉസ്മാന് തിരിഞ്ഞില്ല, അലി റളിയല്ലാഹു അൻഹുവിന് തിരിഞ്ഞില്ല, പിന്നെ മുഅവിയ റളിയല്ലാഹു അൻഹുവിന് തിരിഞ്ഞില്ല. ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായത് അങ്ങനെയല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്.
മതം അല്ലാഹുവിന് വേണ്ടിയാകുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്തിരുന്നു. എന്നാൽ ഇബ്നു ഉമറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്നാൽ ഇപ്പോൾ പീഡനങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ആരും ഒരു രൂപത്തിലുമുള്ള എതിർപ്പുകളില്ലാതെ ഒരാൾക്ക് വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ യുദ്ധം അപ്രസക്തമാണ്. അപ്പൊ മതം അല്ലാഹുവിന് വേണ്ടിയാവാന്ന് പറഞ്ഞാൽ അള്ളാഹനെ പഠിച്ചിട്ട് മാത്രം മതം സ്വീകരിക്കുകയും അള്ളാഹനെ പഠിച്ചിട്ട് മാത്രം മതത്തിൽ ജീവിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടാകണം. അതല്ലാതെ ഇസ്ലാമാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമുണ്ട്, പക്ഷെ പീഡനം ഭയപ്പെട്ടിട്ട് മതത്തിലേക്ക് വരാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ മാറണം. ആയിരുന്നു അന്നത്തെ രാഷ്ട്ര സംവിധാനങ്ങളുടെ അവസ്ഥ. ആ രാഷ്ട്ര സംവിധാനങ്ങളുടെ അവസ്ഥ ഏതായിരുന്നു? അതുകൊണ്ട് അതില്ലാതെയാകുന്നവരെ യുദ്ധം ചെയ്യണം എന്നാണ് ഖുർആന്റെ കൽപ്പന. അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്തു, അങ്ങനെ പ്രവർത്തിച്ചു. അതിന്റെ ഫലമായി ലോകത്ത് ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും അള്ളാഹുവിലേക്ക്, നമസ്കാരത്തിലേക്ക് അള്ളാഹുവാണ് അത്യുന്നതനെന്ന് വിളിച്ചു പറയുന്ന ഒരു സ്ഥലമായി ഗ്ലോബ് മാറി. ഇപ്പൊ ഗ്ലോബ് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാ സമയത്തും കേൾക്കണ ഒരു ഒച്ച എന്താ? അള്ളാഹുപ്പുർ അള്ളാഹുപ്പുർ എന്നാണ് അല്ലേ? ഈ ഗ്ലോബിന്റെ തിരിച്ചിലിനനുസരിച്ച് ഓരോ സ്ഥലത്തും ഇപ്പൊ ഇവിടെ ആണെങ്കിൽ കുറച്ച് ഇവിടുന്ന് അള്ളാഹുപ്പുറന്ന് കേൾക്കും, അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതേ ഈശായിയുടെ അള്ളാഹുപ്പുർ അടുത്ത സ്ഥലത്ത് നിന്ന് കേൾക്കും. അടുത്ത സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ ലോകത്ത് മുഴുവനും കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് മതം അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത് വരെ യുദ്ധം ചെയ്തുകൊണ്ടാണ്. എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഒരിക്കലും, മുസ്ലിങ്ങൾ ലോകത്ത് ഇന്ന് വരെ ഭൂരിപക്ഷമായിട്ടില്ല. ലോകത്ത് ഇന്ന് വരെ മുസ്ലിങ്ങൾ എവിടെയും ഭൂരിപക്ഷമായിട്ടില്ല. ഇന്ന് വരെ എവിടെയും അല്ല, ലോകത്ത് മൊത്തത്തിൽ. അപ്പോ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുസ്ലിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ആയത്തിൽ നിന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കളല്ല. ഈ വൈകായിട്ടുള്ള ഒരു വിഷയമാണ് നാളെ ചർച്ച ചെയ്യുന്നത്. ആ പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരു അരമണിക്കൂറിൽ വരില്ല. നല്ല ഫുഡിന്റെ ഭക്ഷണം റെഡിയായിട്ടുണ്ട്. ഒന്നരണ്ട് ദിവസങ്ങൾ അവസാനിപ്പിക്കാം. ഭക്ഷണം കഴിച്ച് നമുക്ക് ചെയ്യാം. ഒരു പഠിച്ച നമുക്ക് ഒന്നും കൊടുക്കാനുള്ളത് നമുക്ക് തുടരാം. അതിനുശേഷം ഇതിന്റെ തുടർച്ച കുറച്ചുകൂടെ വൈകായിട്ട് എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതവും ദർശനവുമല്ല വിഷയത്തെ അവതരിച്ചുകൊണ്ടാണ് നാളത്തെ ചർച്ച നടത്തുന്നത്. ഒരിക്കലൂടെ അതിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രയത്നിക്കണം. 1-2 ദിവസത്തിൽ കൂടെ ഒഴിക്കാൻ അവരുടെ ഈ മയ്യത്തിൽ കളരല്ലേ? എന്റെ മയ്യത്തിൽ കളരായി. പക്ഷേ അനുവാദം നൽകുന്ന ഇസ്ലാം ഒരാൾക്ക് അവൻ വരണ്ടായിരുന്നു, മനസ്സിലാകുന്നില്ല. ഫോൺ പഠിക്കും. അതെ. ഇസ്ലാമിൽ അനുവദനീയമായ പുണ്യകർമ്മമായി വിളിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് മൃഗബലി. പക്ഷേ ഒരു മൃഗത്തെ വിദൂരമായി ഒഴിവാക്കാൻ അനുവാദം നൽകുന്ന ഇസ്ലാം ഒരാളെ മുഴുവനും അക്രമാസക്തിയും ആക്കുകയില്ല ചെയ്യുന്നത് എന്നാണ് ചോദ്യം.
ബലി ഭ്രഷ്ടാണെന്നാണ്. ആണ് പരിപാടിയാണ് ബലി. അപ്പൊ അതുകൊണ്ട് ബലി നിർത്തണം. എനിക്ക് നന്നായി ചുമക്കണുണ്ട്. ചുമക്കുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോ ചിലപ്പോൾ ഞാനിന്ന് രാത്രി ഒരു ആന്റിബയോട്ടിക് ടാബ്ലറ്റ് കുടിക്കും. എന്നെപ്പോലെ വലിയ ക്രൂരൻ ആരാളുള്ളത്? കാരണം ഞാൻ ചെയ്യണ എന്താണ്? എന്റെ ശരീരത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടി ടാബ്ലറ്റ് കുടിക്കുക. അല്ലേ? ക്രൂരതല്ലേ? നമ്മള് ഏത് ഭക്ഷണമാണെങ്കിലും, ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് എല്ലാം എന്താണ്? ജീവനുള്ളതാണ്. ജീവനുള്ളതാണ് എല്ലാ ഭക്ഷണവും. നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാധനമാണ്. ആർട്ടിഫിഷ്യലിനെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതും ജീവനുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോ സസ്യബുക്കാണെങ്കിലും മാംസബുക്കാണെങ്കിലും എല്ലാം കഴിക്കുന്ന സാധനങ്ങളിൽ ജീവനുള്ളതാണ്. അപ്പോ ഇത് ഒരു ജൈന മത പണ്ഡിതനായിട്ട് സംസാരിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞത് എല്ലാം ജീവനുള്ളതല്ല. അപ്പൊ നിങ്ങള് സസ്യങ്ങൾ കഴിക്കുന്നുണ്ടാവും, ജീവനുള്ളതാണ്. അപ്പൊ സസ്യങ്ങളാണെങ്കിലും ജീവനുള്ളതാണ്. അപ്പൊ സസ്യങ്ങളെ കൊല്ലുന്ന പ്രശ്നമല്ല. അപ്പോ മാത്രമല്ല, നമ്മള് സസ്യജന്യമായ വസ്തുക്കൾ, ഉദാഹരണത്തിന് ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട്സിന് അതിന്റെ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കാനാണ് ഫ്രൂട്ട്സ്. അതല്ല നമുക്ക് നാളല്ല. പ്രകൃതിപരമായി പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്തിനുള്ളതാണ്? ആ ഫ്രൂട്ട്സിനോടൊപ്പമുള്ള വിത്ത് അതിന്റെ പരാഗണം നടക്കാൻ വേണ്ടിയുള്ളതാണ്. ആ പരാഗണം നടത്തിട്ട് വേറെ ഇത് മരം ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ തിന്നാല് അതിന്റെ ഒരു ദൗത്യം നടക്കണില്ല. അപ്പൊ പിന്നെ ആ ജൈനോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അതിന് സസ്യങ്ങൾക്ക് 3 ഇന്ദ്രിയങ്ങളുള്ളൂ, മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ 5 ഇന്ദ്രിയങ്ങളുള്ള മനുഷ്യൻ അങ്ങനെ ജന്തുക്കൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അതുകൊണ്ട് ജന്തുക്കളെ തിന്നാണ് കൊല്ലണാണ് പ്രശ്നം. അപ്പൊ ഒരു കണ്ണുപൊട്ടനെ ആക്രമിക്കലാണോ അതോ കണ്ണുള്ള ഒരാളെ ആക്രമിക്കലാണോ വലിയ ക്രൂരതായിട്ട് പറയാം? നമ്മള് കണ്ണും കാതും ഇല്ലാത്ത ഒരാളെ നമ്മൾ ആക്രമിക്കുന്നു എന്ന് വിചാരിക്കും. അതാണോ ക്രൂരത വലുത്? അതല്ല കണ്ണു മാത്രമുള്ളയാളെ, അല്ല കണ്ണും കാതുള്ള ആളെ ആക്രമിക്കലാണോ? ഇപ്പൊ 2 ഇന്ദ്രിയം കുറവാണ് എന്നുള്ളത് കൊണ്ട് ഒന്നും ഒരു സാധനത്തിന് ക്രൂരത ഇല്ലാതാവും ഉണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. ഞാനത് കുറച്ച് തമാശയായിട്ട് പറഞ്ഞെന്നുള്ളൂ. അത് വിഷയം എന്താ വെച്ചാൽ മാനവികത എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നതിലുള്ള പ്രശ്നമാണ്. ഇപ്പറയുന്ന ആളുകൾ തന്നെ ഇത് ജന്തുക്കളെ തിന്നാൻ പാടില്ല അല്ലെങ്കിൽ ബലി പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ എന്തു ചെയ്യും? വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്മാരെ കുത്തിക്കൊല്ലാൻ ഒരു പ്രശ്നമല്ല. ലോകത്തെ ഏറ്റവും വലിയ സസ്യബുക്കുകളിൽ ഒരാളായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു എന്നാ പറയുന്നത് ഹിറ്റ്ലർ. അദ്ദേഹമാണ് ആധുനിക ചരിത്രത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊണ്ടുവരുന്നത്. ഇവിടെ വിഷയം എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന വിഷയത്തിലുള്ള പടച്ചവന്റെ നിർദ്ദേശം പാലിക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഇങ്ങനെ പലതിലും പല പ്രശ്നങ്ങളും കാണാൻ പറ്റും. പലതും ശരിയെന്ന് തോന്നും, പലതും തെറ്റെന്ന് തോന്നും. ഇവിടെ ബലി എന്നുള്ളത് ഒരു പുണ്യകർമ്മമാകുന്നത് ജന്തുഭക്ഷണം മനുഷ്യർക്ക് അനുവദിക്കപ്പെടുകയും ആ ഭക്ഷണം കൊണ്ട് ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ്. ആ ബലി പുണ്യകർമ്മമാകുന്നത് ഭക്ഷിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിന് പിന്നിലുള്ള മാനസികാവസ്ഥ കൊണ്ടാണ്. പക്ഷേ ആ ഭക്ഷിക്കുക എന്നുള്ളത് അതോടൊപ്പം നടക്കുന്ന ഒരു വലിയ പുണ്യപ്രവർത്തനമാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഹജ്ജിലെ ബലികർമ്മത്തെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. നമ്മളതിനെക്കുറിച്ച് പഠിച്ചപ്പോ ആഫ്രിക്കൻ നാടുകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ വർഷത്തിൽ വരുന്ന ഹജ്ജിനോടനുബന്ധിച്ച് അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളുടെ ആ മാംസം കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ടെന്നും ആ കുടുംബങ്ങൾക്ക് ഒരു വർഷത്തോളം അടുത്ത ബലി പെരുന്നാൾ വരെ കഴിക്കാനുള്ള ഭക്ഷണം അതിൽ നിന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടല്ല, അത് ഉണക്കി സൂക്ഷിച്ചിട്ടാണ് അവർ കഴിക്കാറുള്ളത് എന്നും കേൾക്കുമ്പോ അതിന്റെ മാനവികമായ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കും. പിന്നെ എന്താണ് ക്രൂരത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ പ്രകൃതിയിൽ പടച്ചോൻ നിശ്ചയിച്ചൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്താണ്?
ഓരോ ജീവികൾക്കും അവയുടേതായ ഒരു ഭക്ഷ്യ രൂപം ഉണ്ടാവും. സസ്യബുക്കുകളുണ്ട്, സസ്യബുക്കുകൾക്ക് സസ്യ കഴിക്കാൻ പറ്റുള്ളൂ. സസ്യബുക്കുകളെ തിന്നിട്ടാണ് മാംസബുക്കുകൾ ജീവിക്കുക. ആ മാംസബുക്കുകൾക്ക് മാംസമാണ് കഴിക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ ഇത് രണ്ടിന്റെ ഇടയിലാണ് മിശ്രബുക്കാണ്. ആ രൂപത്തിലാണ് പടച്ചവൻ തന്നെ മനുഷ്യന്റെ ശരീരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ ഓരോ അവയവങ്ങളെയും ഉണ്ടാക്കിയിട്ടുള്ളത്. പല്ല് മുതൽക്ക് ഓരോ പല്ലും നാവും ശ്വസനനാളിയും കുടലുകളും ആമാശയ വ്യവസ്ഥയെല്ലാം. അപ്പോ ഇവിടെ മനുഷ്യന് ഭക്ഷണം കഴിക്കുവാൻ രണ്ടും പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല രണ്ടും കഴിക്കുകയും വേണം. കാരണം മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ, ആ പ്രോട്ടീനുകൾ എല്ലാം ലഭിക്കണം. ഏത് സാധാരണക്കാരനും കിട്ടണമെങ്കിൽ ഇപ്പൊ പലരും ഗവേഷണം ചെയ്യുന്നുണ്ട്. മാംസത്തിലൂടെ ഇന്ന പ്രോട്ടീൻ ഇവിടെ ഒന്നുമില്ലെങ്കിലും പിന്നെ എന്താണ് ആമസോൺ കാടുകളിലെ ഇന്ന വെജിറ്റബിൾ ഉണ്ട് എന്നെല്ലാം പറയുന്നത്. ഏത് എവിടുന്നെങ്കിലും ഒരു സസ്യഭക്ഷണം മതിയെന്ന് വരുത്താൻ വേണ്ടിയുള്ള ഗവേഷണമാണിത്. മറിച്ച് ഏത് സാധാരണക്കാരനും ലഭിക്കുന്ന രൂപത്തിൽ മനുഷ്യന് ആവശ്യമായ എല്ലാ പ്രോട്ടീനുകളും ഉള്ളത് സസ്യഭക്ഷണത്തിൽ ജന്യ ഭക്ഷണങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായി തന്നെ മനുഷ്യന് മിശ്രബുക്കാണ്. ആ മിശ്രബുക്കായ മനുഷ്യന് മാംസം, അത് അനുവദിക്കപ്പെട്ട മാംസം ഭക്ഷിക്കുവാൻ പടച്ചവൻ അനുവാദം നൽകിയിട്ടുണ്ട്. ആ മാംസം ഭക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആ ക്രൂരത അല്ലാത്ത വേറെന്തൊരു ക്രൂരതയാണ് ബലികർമ്മത്തിലുള്ളത്. ബലികർമ്മത്തിൽ ആ ബലി നടത്തുമ്പോൾ നമ്മള് ഈ ജീവിയെ ഭക്ഷിക്കാൻ കഴിയുന്ന മാംസമുള്ള ജീവിയെ പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ബലിയിറക്കുന്നു. അതിലെന്ത് ക്രൂരതയാണ് പ്രത്യേകിച്ചുള്ളത്? എന്നില്ലാത്ത ക്രൂരതയാണ് ഒപ്പോഴുള്ളത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പാപങ്ങൾക്ക്, ഒരുപാട് മനുഷ്യന്മാർക്ക് ഭക്ഷണമാകുന്നതിന് കൊണ്ട് കാരണമാകുന്നു എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത്.